മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ പ്രതാപനാണെങ്കിൽ കണ്ണൻ നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയിട്ട് നല്ലോണം നാട്ടുകാരുടെ നിന്നൊക്കെ ഇടി വാങ്ങിയിട്ട് തിരിച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ പ്രതാപനെ കാണുമ്പം സന്തോഷത്തോടു കൂടി ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ പ്രതാപനാണെങ്കിൽ വേദന എടുത്ത് മൂളുകയും നിരങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടാണ് കയറി വരുന്നത്. അന്നേരം ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയിടാ, നീ കണ്ണനെ കണ്ടില്ലേ എന്ന് ചോദിക്കുമ്പം ഒന്നും പറയണ്ട അമ്മ, ഒരു കിളവി വന്ന് ആകെ പ്രശ്നമാക്കി. ഞാൻ കൈനോട്ടക്കാരൻ്റെ വേഷത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു. ആ കിളവിക്ക് കൈ നോക്കാൻ അറിയായിരുന്നു. എന്നിട്ട് അവർ ഞാൻ കള്ളനാന്നും പറഞ്ഞ് അവിടെ നാട്ടുകാരെല്ലാം കൂടി എന്നെ തല്ലി ചതച്ചു. എനിക്കൊരു ഭാഗം പോലും അനക്കാൻ പറ്റണില്ല. ഇനിയിപ്പോൾ ആ കണ്ണനെങ്ങാനും നടന്നു കാണുകൂടാന്ന് ചോദിക്കുമ്പം കണ്ണനും അവൻ്റെ കൂട്ടുകാരനും കാറിൽ പോണത് ഞാൻ കണ്ടു, അല്ലാണ്ട് എനിക്ക് കാണാൻ പറ്റിയില്ല അമ്മയെന്ന് പറയുമ്പം കണ്ണൻ നടന്നാണോ അവിടെ കാറിൽ കയറിയെന്ന് ചോദിക്കുമ്പം അതല്ല ഞാൻ പറഞ്ഞാൽ, ഞാൻ കണ്ണനെ കണ്ടില്ല, കാറിലിരുന്ന് പോണതേ കണ്ടോളൂ. ഇനി ആ കണ്ണനെങ്ങാനും നടന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുമാത്രമല്ല, നമ്മളുടെ കരുണമോൾ ഇതെങ്ങനെ സഹിക്കും? ഇപ്പം അവനക്ക് എല്ലാം ആയില്ലേ, ഇനി അവനക്ക് എന്താ കുറവുള്ളത്? എന്തായാലും അവൻ നടന്നു തുടങ്ങി കാണുമായിരിക്കൂടാ, ഇല്ലെങ്കിൽ പിന്നെ അവന് കുഞ്ഞുങ്ങളുണ്ടാവോ? എന്തായാലും മഹാലക്ഷ്മി ഏറ്റവും വലിയ ഭാഗ്യവതി. അവൾക്കിപ്പോൾ നല്ല ഭർത്താവായി, കുഞ്ഞായി, സമ്പത്തായി, എല്ലാമായി. എൻ്റെ കർണമോൾക്ക് മാത്രം ഇതൊന്നുമില്ല. കർണമോൾ ഈ സങ്കടം എങ്ങനെ സഹിക്കുമെന്നൊക്കെ പറയുമ്പം ഈ മോഹിനിയാണെങ്കിൽ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നീട് ഈ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും മോഹിനീനെ കാണുമ്പോൾ മോഹിനിയോട്, നിനക്കിപ്പോൾ സന്തോഷമായില്ലേടി, നിൻ്റെ മോളല്ലേ ഏറ്റവും വലിയ ഭാഗ്യവതി, അവൾക്കെല്ലാം ഉണ്ടല്ലോ, സമ്പത്തും സൗഭാഗ്യവും എല്ലാം ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി, എന്തായാലും എനിക്ക് അത്ര വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ ഞാൻ സന്തോഷിക്കണമെങ്കിൽ എൻ്റെ രണ്ടാമത്തെ മോളും കണ്ണനെ കൂട്ടും ലക്ഷ്മി മോളെ കൂട്ടും ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യണം. ആ സമയത്ത് ഈ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട്, എപ്പോഴും നിനക്ക് മൂത്ത മോളെക്കുറിച്ചല്ലേടി ചിന്തയുള്ളൂ, എന്തായാലും നീ ഇപ്പോൾ എവിടെ പോവാ, ഞങ്ങളൊക്കെ നശിക്കണമെന്നായിരിക്കും നീ പ്രാർത്ഥിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാറില്ല, നിങ്ങൾ മാത്രമേ ഇങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഞാൻ എന്തായാലും അമ്പലത്തിൽ പോകാമെന്ന് പറയുമ്പോൾ, ഇപ്പോഴും ചെറുപ്പമായി കൊണ്ടല്ലേ ഇരിക്കണേ, അമ്മയാണോ മോളാണോ മൂത്തതെന്ന് മനസ്സിലാവില്ല, എന്തായാലും നിന്നെ ആ തിരുമേനി അവിടെ കാത്തു നിൽക്കണ്ടാവും എന്ന് പറയുമ്പം മോഹിനി ദേഷ്യത്തോടുകൂടി പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയും നോക്കിക്കൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മഹാലക്ഷ്മി ലേഹയ്ക്ക് ഫോൺ ചെയ്യാണ്. ഫോൺ എടുത്തതും ലേഹ, എന്താ മഹി വിശേഷം, ഭക്ഷണം കഴിച്ചോ, സൂക്ഷിക്കണോട്ടോ എന്നൊക്കെ പറയുമ്പം ഒരു കുഴപ്പമില്ല ലേഹേ, ഇവിടെ എന്നെ കണ്ണേട്ടൻ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്, അതുമാത്രമല്ല ഞാൻ അധിക ദിവസമൊന്നും ഇവിടെ നിൽക്കില്ല, 2 ദിവസം കൂടി നിൽക്കുള്ളൂ എന്ന് പറയുമ്പോൾ മഹി നീ സൂക്ഷിക്കണം, കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കേടും വരാതെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുമ്പം അതിന് ഞാനിവിടെ ഒരുപാട് ദിവസമൊന്നും നിൽക്കില്ല, 2 ദിവസം കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരും, എന്തായാലും കരുണയെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് ഞാൻ അങ്ങോട്ട് വരുള്ളൂ. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യമാണ്, പക്ഷേ അവൾ ഭക്ഷണം ഉണ്ടാക്കി തരുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ, അവരെയൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം മഹി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ലേഹെ, എനിക്കറിയാലോ കാര്യങ്ങളൊക്കെയെന്ന്. പിന്നീട് കാണിക്കുന്നത് കരുണയാണെങ്കിൽ ഫുഡൊക്കെ കൊണ്ടുവന്ന് ടേബിളിൽ വയ്ക്കുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് കരുണ മാറി നിന്നതും മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ഇനി വിളമ്പി തരാൻ വേറെ ആരെങ്കിലും വരുമോ, നിന്നോട് ഇനി വിളമ്പാൻ പ്രത്യേകം പറയണമെന്ന് ചോദിക്കണു. ആ സമയത്ത് വേണ്ട ഞാൻ വിളമ്പാന്നും പറഞ്ഞ് കരുണ വിളമ്പാൻ തുടങ്ങുന്ന സമയത്താണ് ഇത് കേട്ടുകൊണ്ട് ഉണ്ണിയും ദുർഗയും അങ്ങോട്ട് വരുന്നത്. ദുർഗയ്ക്കാണെങ്കിൽ അത് കേട്ടിട്ട് നല്ല ദേഷ്യം വന്നിട്ട് ദുർഗ പറയുന്നുണ്ട്, മോളെന്തിനാ ഇവൾക്ക് വിളമ്പി കൊടുക്കാൻ നിൽക്കണേ, എന്നാൽ പിന്നെ അവളുടെ വായിൽ വെച്ച് കൊടുക്കുമെന്ന് പറയുമ്പോൾ തൽക്കാലം വിളമ്പി തന്നാൽ മതി, വായിൽ വെച്ച് തരുമൊന്നും വേണ്ട, ഇനിയിപ്പോൾ എനിക്ക് അവൾ വാരി തന്നെന്ന് പറഞ്ഞാൽ അവൾ വാരി തരുകയും ചെയ്യുന്നു. അത് കേട്ടതും ദുർഗയ്ക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് ദുർഗ ചോദിക്കുന്നുണ്ട്, മോളെന്തിനാ മോളെ ഇവള് പറയണതൊക്കെ കേൾക്കാൻ നിൽക്കണേ, മോൾക്ക് വേറെ പണിയൊന്നുമില്ലേ, മോള് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം, പിന്നെ അത് വിളമ്പിയും കൊടുക്കണം, ഇവൾക്ക് വിളമ്പി കഴിച്ചുകൂടെ, ഇവളെന്നെ വല്ല തമ്പുരാട്ടിയാണോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട്, അമ്മ എനിക്ക് കുഴപ്പമില്ല, പിന്നെ എന്തിനാ അമ്മ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കണേന്ന് ചോദിക്കുമ്പം ദുർഗ വീണ്ടും പറയുന്നുണ്ട്, മോളെ ഇങ്ങനെ ഇവിടെ പണിയെടുപ്പിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, കരുണയ്ക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് എന്താ പ്രശ്നം, അമ്മ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, എല്ലാവർക്കും വിളമ്പിയിട്ട് കരുണയും അവിടെ ഇരുന്ന് കഴിക്കുമെന്ന് പറയുന്നു. അങ്ങനെ കരുണ എല്ലാവർക്കും ഭക്ഷണം വിളമ്പിയിട്ട് അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മിയാണ് ആദ്യം കഴിക്കാൻ പോണത്. അന്നേരം മഹാലക്ഷ്മിയോട് കണ്ണൻ പറയുന്നുണ്ട്, താനിപ്പോൾ കഴിക്കില്ലേ, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് കണ്ണൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ദുർഗയും ഉണ്ണിയും കരുണയും സംശയത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട്, ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, താൻ കഴിച്ചോ എന്ന് പറയുന്നു. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ സംശയമുള്ളവർ എന്തിനാ കർണമുളയും കൊണ്ട് ഉണ്ടാക്കിക്കണം, സ്വയം ഉണ്ടാക്കി തിന്നുകൂടെ, അതെന്തിങ്ങനെയാണ്, എനിക്ക് ഫ്രീ ആയിട്ട് ശമ്പളം തരല്ലേ, അത് മുതലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കർണേനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കണേന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിനക്കത് എത്ര കൃത്യമായിട്ട് മനസ്സിലായി, എന്തായാലും നിനക്ക് തരുന്ന ശമ്പളത്തിൻ്റെ ഒരംശം ഞാൻ തിരിച്ചു പിടിക്കണുള്ളൂ, ഇനിയും ഉണ്ട് ഒരുപാട്, അതുകൊണ്ട് ഇവിടെ 2-3 ജോലിക്കാരെ നിർത്തിയാലേ അതിൻ്റെ ഇത് തീരുള്ളൂ എന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കൂടുതൽ ജോലിക്കാരെ നിർത്താലോ, എന്തായാലും
ഇവള് ഇനി ഇങ്ങോട്ട് വരുന്നില്ല എന്നും പറഞ്ഞ് ലേഖയുടെ വീട്ടിൽ തന്നെ പോയി നിൽക്കുമായിരുന്നല്ലോ. ഇപ്പോഴാണെങ്കിൽ ഇവൾ ഇവിടെയും ഉണ്ട്. അപ്പോൾ ഇവളുടെ പ്രസവത്തിന് ഇവളെ നോക്കാനൊക്കെ ആയിട്ട് 2-3 പേരെ നിർത്തണം എന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് അതിന് അയാൾ ഇവിടെ സ്ഥിരതാമസത്തിന് വന്നതൊന്നുമല്ല, 2-3 ദിവസം നിന്നിട്ട് അയാൾ ലേഖയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു പോകും. അതോർത്ത് നിങ്ങളാരും ടെൻഷനാവുമൊന്നും വേണ്ടാന്ന്. പിന്നീട് കരുണ ഫുഡ് കഴിക്കാതിരിക്കണ കാണുമ്പം മഹാലക്ഷ്മിയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നീ എന്താടി കരുണ ഭക്ഷണം കഴിക്കാണ്ടിരിക്കണേ, കഴിക്കുന്നു പറയുമ്പം കരുണ അങ്ങനെ ഭക്ഷണത്തിനോട് എതിർപ്പ് കാണിക്കണ ആളൊന്നുമല്ലല്ലോ, കഴിച്ചോളൂ എന്ന് പറയുന്നു. പിന്നീട് ദുർഗയും ഉണ്ണിയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് മുകളിലോട്ട് പോയിട്ട് ദുർഗ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, ഇതെന്തൊക്കെയാടാ മോനെ കാണുന്നത്, കരുണ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കുമ്പം എനിക്ക് അതും മനസ്സിലാവണില്ല അമ്മേ, എന്തൊക്കെയോ രഹസ്യങ്ങൾ കരുണ മറയ്ക്കുന്നുണ്ടെന്നാണ് തോന്നണേ, അല്ലെങ്കിൽ ഒരിക്കലും അവളുടെ ചേച്ചിയുടെ മുന്നിൽ ഇങ്ങനെ നിന്ന് ഞാൻ കണ്ടിട്ടില്ല. വിവാഹം കഴിഞ്ഞ് വന്ന കാലം തൊട്ടേ കണ്ണനും മഹാലക്ഷ്മി എന്തെങ്കിലും അവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അപ്പം തന്നെ അതിന് മറുപടി പറയണതാ. ഇപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും എന്ത് പറഞ്ഞാലും അവളൊന്നും മിണ്ടാതെ കേൾക്കാറേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ പണിയും ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ ദുർഗ പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കണം, അല്ലെങ്കിൽ അടുക്കളയുടെ മണം കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു, ഇപ്പോൾ അവൾ എല്ലാ പണിയും ചെയ്യുന്നുണ്ട്, അത് എന്നെ അടുക്കളയിൽ കയറാനും സമ്മതിക്കാറില്ല, അവൾ തന്നെ ചെയ്തോളാമെന്നും പറഞ്ഞാൽ എല്ലാം ചെയ്യണം. ഇനി ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്തായാലും അവളുടെ അച്ഛൻ്റെ തലയ്ക്ക് പിരി ലൂസായേക്കുമായിരുന്നല്ലോ, അതുപോലെ ഇവൾക്കും എന്തെങ്കിലും സംഭവിച്ചു കാണും, അല്ലെങ്കിൽ പിന്നെ ഇവളിങ്ങനെയൊന്നും പെരുമാറില്ല, അല്ലെങ്കിൽ നമ്മളറിയാത്ത എന്തോ ഒരു രഹസ്യം ഇവൾ നമ്മളിൽ നിന്നും മറച്ചു വയ്ക്കുന്നുണ്ട്. ഇനി ആ മാർക്കോയെ എങ്ങാനും ഇവളെ ഭീഷണിപ്പെടുത്തി കാണുമെന്ന് ചോദിക്കുമ്പം ദുർഗ പറയുന്നുണ്ട്, അങ്ങനെ മാർക്കോ ഭീഷണിപ്പെടുത്തിയെങ്കിൽ ആ കാര്യം അവൾ നമ്മളോട് പറയില്ലേ എന്ന് പറയുമ്പം ചിലപ്പോൾ മാർക്കോ ആരോടും പറയരുതെന്നും പറഞ്ഞായിരിക്കും പറഞ്ഞേക്കണേ, അന്ന് തന്നെ എന്നെ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തിയതല്ലേ, എന്തായാലും അമ്മ രഹസ്യമായിട്ട് അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുമെന്ന് പറയുമ്പോൾ ഞാൻ അവളുടെ മുത്തശ്ശിയെ ഒന്ന് വിളിക്കുന്നുണ്ട്, മുത്തശ്ശിയോട് ചോദിച്ചാൽ നമുക്ക് സത്യങ്ങൾ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മിക്കും ഒരു കുറവുമില്ല, നഷ്ടങ്ങൾ മൊത്തം നമുക്ക് തന്നെയാണ്. കണ്ണൻ എഴുന്നേറ്റ് നടക്കൂല എന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുഞ്ഞുമായി എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്, ഇപ്പോൾ ഇതിൽ സൗഭാഗ്യമൊന്നും ഇല്ലാണ്ടാവണത് കരുണയ്ക്കാന്ന് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, ഇനി കുഞ്ഞും കൂടി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാലക്ഷ്മി കണ്ണനിൽ ഒന്നും കൂടി പിടിമുറുക്കും, പിന്നെ സ്വത്തുക്കൾ മുഴുവനും കണ്ണൻ അവൾക്ക് തന്നെ എഴുതി കൊടുക്കും, പിന്നെ നമുക്കൊന്നും കിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കണ്ണനെയും അനന്തുവിനെയും മാർക്കോനെയാണ്. ആ സമയത്ത് കണ്ണൻ അനന്തുവിനോടും മാർക്കോനോടായിട്ട് പറയുന്നുണ്ട്, പ്രതാപന് എന്തോ സംശയമുണ്ട് ഞാൻ നടന്നു തുടങ്ങിയിട്ടുണ്ടോയെന്ന്, അതുകൊണ്ട് അതറിയാൻ വേണ്ടിയിട്ടാണ് അയാൾ വേഷം മാറി അമ്പലത്തിലേക്ക് വന്നത്. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അയാളുടെ സംശയം നമുക്ക് തീർത്തു കൊടുക്കാം, ആ കാര്യം ഞങ്ങൾ ഏറ്റു, കണ്ണൻ സാർ അതിലൊന്നും ഇടപെടാതിരുന്നാൽ മതി. ഇനിയിപ്പോൾ മഹാലക്ഷ്മി എന്താ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുമ്പം അത് കരുണയെ കുറച്ചൊന്ന് മര്യാദ പഠിപ്പിക്കാനുണ്ട്, അതിനുശേഷം ഇങ്ങോട്ട് വരുള്ളൂ. എന്തായാലും കണ്ണൻ്റെ ബന്ധുക്കൾ നല്ല സൂപ്പറാണ്, കണ്ണൻ്റെ നാശം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അവർ നടക്കണം, എന്നിട്ടും കണ്ണൻ അവർക്ക് മാസാമാസം ശമ്പളം കൊടുക്കുമല്ലേ, എന്തിനാ ഉണ്ണിക്കൊക്കെ കണ്ണൻ സാറ് ശമ്പളം കൊടുക്കണമെന്ന് മാർക്കോ ചോദിക്കുമ്പോൾ അതെനിക്കെല്ലാം മഹിക്ക കൂടുതൽ നിർബന്ധം, ഇനി അതൊന്നും വേണ്ട കണ്ണൻ സാറേ, ഇപ്പം തന്നെ അമ്മാവനും മേഘനൊക്കെ മാസാമാസം ശമ്പളം കൊടുക്കുന്നില്ലേ, ആ മേഘൻ തന്നെ നീ നടന്നു തുടങ്ങിയെന്ന് അറിഞ്ഞിട്ട് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ അങ്ങോട്ട് കൊണ്ടുവന്നത്. ആ വിവരം അറിഞ്ഞ് മാർക്കോ വന്നപ്പോൾ അവൻ മാർക്കോയുടെ ബൈക്കിലേക്ക് കാറ് ഓടിച്ച് കയറ്റി. പിന്നീടിപ്പോൾ അവൻ ഈ അവസ്ഥയിലായതുകൊണ്ടല്ലേ ഇനി അവർക്ക് ആർക്കും ശമ്പളം കൊടുക്കരുതെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട്, അവർ ചെയ്യുന്നതിനുള്ള ശിക്ഷ അവർക്ക് തന്നെ കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുമ്പം അനന്ത് പറയുന്നുണ്ട്, ഇത് പോരാ കണ്ണ, എന്തായാലും 5 പൈസയ്ക്ക് ഗതിയില്ലാതെ അവർ അലയണം, അപ്പോഴേ അവർക്ക് നിന്നോട് ചെയ്തതിനുള്ള ശിക്ഷയാവുള്ളൂ എന്ന്. എന്തായാലും കണ്ണൻ സാർ ഇനി ഒട്ടും പാവാൻ പാടില്ല, അവർക്കൊക്കെ നല്ല തിരിച്ചടി തന്നെ കൊടുക്കണം. എന്തായാലും ആ പ്രതാപനെ ഞാനൊന്ന് കാണുന്നുണ്ട്, ഇനി പ്രതാപൻ കണ്ണൻ സാറിൻ്റെ പുറകെ നടക്കുന്നുണ്ടോയെന്ന് നോക്കി നടക്കില്ല, അവൻ്റെ നടപ്പ് ഇന്നത്തോടുകൂടി ഞാൻ നിർത്തിയേക്കാന്ന്. അങ്ങനെ മാർക്കോയാണെങ്കിൽ ഫോണെടുത്ത് പ്രതാപനെ വിളിക്കുന്നുണ്ട്. ഈ സമയം പ്രതാപനാണെങ്കിൽ ഇതാരാ വിളിക്കണേ, സേവ് ചെയ്യാത്ത നമ്പറാലോ എന്നൊക്കെ വിചാരിച്ച് ഫോൺ എടുത്തതും ഞാൻ ആരാന്ന് നിങ്ങൾ അറിയണ്ട, എന്നാൽ നീ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ, നിങ്ങളുടെ മൂത്ത മരുമകനില്ലേ ആ കമലേശ്വരത്തെ ആ പയ്യൻ നടന്നു തുടങ്ങിയല്ലോ, നിങ്ങളുടെ മകളുടെ കൈയും പിടിച്ച് ഈ വേളി ബീച്ചിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ എന്ന്. അത് കേട്ടതും പ്രതാപനാണെങ്കിൽ നേരാണോ നീ പറയണേ, നോണ പറയണാണോടാ എന്നൊക്കെ ചോദിക്കുമ്പം നിങ്ങൾ വേണമെങ്കിൽ വന്ന് നോക്കിയാൽ കാണാം, ഞാൻ പറഞ്ഞത് സത്യ, അയാളുടെ കൂട്ടുകാരനുണ്ട് ആ അനന്തു, അവർ 3 പേരും കൂടി ഈ കടപ്പുറത്ത് കൂടെ നടക്കുന്നുണ്ട്, ഇപ്പോൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് പറയുമ്പം പ്രതാപൻ പറയുന്നുണ്ട്, എന്നാൽ നീ ഒരു പണി ചെയ്യുക, അവരുടെ ഒരു ഫോട്ടോ എടുത്ത് എൻ്റെ ഫോണിലേക്ക് ഇട്ടതാന്ന് പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്,
പറയുന്നുണ്ട് എനിക്കിപ്പോൾ അതല്ലേ പണി, വേറെ പണിയില്ലാണ്ടിരിക്കുകയല്ലേ, നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ വന്നാൽ ഇപ്പോൾ കാണാൻ പറ്റും, എനിക്ക് അത്രേ പറയാനുള്ളൂ, എന്നാൽ ഞാൻ ഫോൺ വയ്ക്കുവാന്ന് പറഞ്ഞുകൊണ്ട് മാർക്കോ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ പ്രതാപൻ്റെ അമ്മ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാടാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ആരാന്നറിയില്ല അമ്മേ, കണ്ണനും മഹാലക്ഷ്മിയും ആ ബീച്ചിൽ കൂടെ നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നേരാണോടാ, അത് സത്യമായിരിക്കൂടാ, ചിലപ്പോൾ ഇന്നാൾ അവനും പറഞ്ഞില്ലേ കണ്ണൻ നടക്കണ കണ്ടുവെന്ന്. ഇനിയിപ്പോൾ മഹാലക്ഷ്മിക്ക് എന്താ കുറവുള്ളത്, ഇപ്പം നമ്മളുടെ കുഞ്ഞിനല്ലേ എല്ലാം നഷ്ടപ്പെട്ടേക്കണം. മഹാലക്ഷ്മിക്ക് ഇപ്പോൾ ഭർത്താവായി കുഞ്ഞായി ഇപ്പോഴാണ് ഈ കണ്ണൻ എഴുന്നേറ്റ് നടക്കുകയും ചെയ്യും. ഇതും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും അമ്മേ, ഞാൻ കടലിൽ ചാടി ചാവുകയോ ചെയ്യുള്ളൂ എന്ന് പറയുമ്പോൾ പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് സത്യമാണെന്ന് പറഞ്ഞാൽ നീ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞേരെ, അപ്പോൾ പുറകെ ഞാനും വന്നോളാം, ഞാനും ആ കടലിൽ തന്നെ ചാടി ചത്തോളാം, അല്ലെങ്കിൽ കരണമോള് നമ്മളെ എല്ലാവരെയും കൊന്നു കളയുമെന്ന്. അങ്ങനെ പ്രതാപം പോകാനായിട്ട് നിൽക്കുമ്പം പ്രതാപൻ്റെ അമ്മ പറയുന്നുണ്ട് നീ ഡ്രസ്സൊന്നും മാറാൻ നിൽക്കണ്ട, ഈ വേഷത്തിൽ തന്നെ പോയിക്കുമെന്ന്. അങ്ങനെ പ്രതാപം പോകുന്നുണ്ട്. ഇതേ സമയം ബീച്ചിൽ വന്നിറങ്ങിയിട്ട് പ്രതാപം ചുറ്റും നോക്കി നടക്കുന്നുണ്ട്. അപ്പോൾ ആരെയും കാണുന്നില്ല. എന്നിട്ട് പ്രതാപം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവിടെ എങ്ങും ഒരു മനുഷ്യനില്ലല്ലോ, ഇനി അവൻ എന്നെ പറ്റിച്ചതായിരിക്കുമോ, എന്തായാലും എല്ലായിടത്തും ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിങ്ങനെ നോക്കി നടക്കുന്ന സമയത്ത് പ്രതാപനാണെങ്കിൽ ആരെയും കാണുന്നില്ല. അങ്ങനെ നിൽക്കുന്ന നേരത്താണ് പുറകിൽ നിന്ന് ഒരാൾ വന്ന് ഷോൾഡറിൽ പിടിക്കുന്നത്. ആ സമയം പ്രതാപൻ ഇതാരാന്ന് അറിയാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു നോക്കിയതും പ്രതാപനാണെങ്കിൽ കാണുന്നത് മാർക്കോനെയാണ്. മാർക്കോയെ കണ്ടതും പ്രതാപനാണെങ്കിൽ ആകെ പേടിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് പ്രതാപൻ ആ മാർക്കോയെ മോനെ നീയായിരുന്നോ, ഞാൻ പേടിച്ചു പോയല്ലോ എന്ന് പറയുമ്പോൾ പേടിച്ചു പോയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ ശരിക്കും പേടിക്കാൻ പോവുക, നീ എന്തിനാ ഇവിടെ വന്നേന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ വെറുതെ വന്നതാണ്, വെറുതെ വന്നതൊന്നുമല്ല, കണ്ണൻ സാറ് നടക്കുന്നുണ്ടോയെന്ന് നോക്കാൻ വേണ്ടി വന്നതല്ലേ, ഇന്നലെ അമ്പലത്തിലും അതിനു വേണ്ടിയല്ലേ ചെന്നേ, എന്തായാലും ഇനി ആ അന്വേഷണത്തിന് പോകണ്ട, ആ അന്വേഷണം ഞാൻ ഇന്നത്തോടുകൂടി നിർത്തി തരാമെന്നും പറഞ്ഞ് ഈ പ്രതാപൻ്റെ കോളറിന് ഏറി പിടിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും മാർക്കോയുടെ കയ്യിൽ നിന്ന് പ്രതാപന് നല്ല കണക്കിന് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.